പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. കോന്നി മാമൂട്ടിൽ വെച്ചായിരുന്നു അപകടം. മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കളക്ടർ പ്രേംകൃഷ്ണൻ, ഗൺമാൻ മനോജ്, ഡ്രൈവർ കുഞ്ഞുമോൻ എന്നിവർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൂട്ടിയിടിച്ച കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചിയിൽ അമ്മയുടെ വാരിയല് കമ്പിപ്പാര കൊണ്ട് തല്ലിയൊടിച്ച മകൾ അറസ്റ്റിൽ. പനങ്ങാട് സ്വദേശി നിവിയയാണ് പിടിയിലായത്. ഫേസ് ക്രീം മാറ്റിവെച്ചതിനാണ് 70 വയസ്സുള്ള അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത്. നിവിയ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചി പനങ്ങാട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു 30 വയസ്സുകാരി നിവിയ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചത്. തന്റെ ഫേസ് ക്രീം മാറ്റിവെച്ചത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു ആദ്യം തർക്കം തുടങ്ങിയത്. പിന്നീട് പ്രതിയുടെ കാര്യങ്ങളിൽ അമ്മ അനാവശ്യമായി ഇടപെടുന്നു എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. അമ്മയെ തടഞ്ഞു നിർത്തി കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു, കാലുകൊണ്ട് ചവിട്ടി, കമ്പിപ്പാര കൊണ്ട് വലത് കൈയിലടിച്ചു. അടികൊണ്ട് താഴെ വീണ അമ്മയെ അസഭ്യം പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ വീണ്ടും കമ്പിപ്പാര കൊണ്ട് അടിച്ചു വാരിയിലൊടിച്ചു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. നിവിയ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. ഒരു ലഹരി കേസുമുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമാണ് നിവിയയ്ക്കുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇവർ നിരന്തരമായി അമ്മയുമായി പ്രശ്നമുണ്ടാക്കാറുണ്ട്. സംഭവത്തിന് ശേഷം അമ്മ പോലീസിൽ പരാതി നൽകി. കേസെടുത്തെന്നറിഞ്ഞതോടെ നിവിയ ഒളിവിൽ പോയി. വയനാട് മാനന്തവാടിയിൽ നിന്നാണ് പനങ്ങാട് പോലീസ് നിവിയയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിടിയിലാകുന്ന സമയത്ത് 10 വയസ്സുള്ള കുട്ടിയും ഒപ്പമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിവിയയ്ക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കഞ്ചിക്കോട് ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. മേനോൻപാറ സ്വദേശി അജീഷാണ് മരിച്ചത്. ലോൺ ആപ്പിൽ നിന്ന് അജീഷ് പണം കടമെടുത്തിരുന്നു. റൂബിക് മണി എന്ന ആപ്പിന്റെ പേരിലാണ് ഭീഷണി വന്നത്. നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. എടുത്തതിൽ കൂടുതൽ പലിശ സഹിതം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നെന്ന് കുടുംബം പറയുന്നു. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് കുമ്പള കവർച്ചയിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശി ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. നായ്ക്കാപ്പ് സ്വദേശിയുടെ വീട്ടിൽ നിന്നും 29 പവൻ സ്വർണവും വെള്ളിയും പണവും കവർച്ച ചെയ്ത കേസിലാണ് അറസ്റ്റ്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കുമ്പള നായ്ക്കാപ്പ് സ്വദേശിയും കാസർഗോഡ് ബാറിലെ അഭിഭാഷകയുമായ ചൈത്രയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപയുടെ വെള്ളിയും പണവും കൊള്ളയടിച്ച കേസിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശിയും കാസർഗോട്ട് വിവിധ ഇടങ്ങളിലായി ക്വാർട്ടേഴ്സുകളിൽ താമസക്കാരനുമായിരുന്ന ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെയാണ് കർണാടകയിൽ നിന്ന് സാഹസികമായി പിടികൂടിയത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ TK മുകുന്ദൻ, SI K ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രദേശത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സംശയകരമായ സാഹചര്യത്തിൽ ബൈക്കിൽ സഞ്ചരിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായി. ഞായറാഴ്ച വൈകുന്നേരം 6-നും രാത്രി 8 മണിക്കും ഇടയിലാണ് ചൈത്രയുടെ വീട്ടിൽ കവർച്ച നടന്നത്. ചൈത്രയും കുടുംബവും ഉത്സവം കാണാൻ പോയ സമയത്തായിരുന്നു കവർച്ച. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാരിയിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവുമാണ് കവർന്നത്. 2024 ഫെബ്രുവരി 7-ന് എൺമകജെ പെർലയിൽ കർണാടക ബാങ്കിന്റെ അഡ്യനെടുക്ക ശാഖ കൊള്ളയടിച്ച കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് ഇബ്രാഹിം കലന്തർ. അന്ന് ബാങ്കിൽ നിന്ന് 2 കിലോ സ്വർണവും 17 ലക്ഷം രൂപയുമാണ് കൊള്ളയടിച്ചത്. ബാങ്കിന്റെ പിൻവശത്തുള്ള ജനലിന്റെ ഇരുമ്പ് കമ്പി മുറിച്ച് അകത്ത് കടന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ലോക്കർ തകർത്താണ് സ്വർണവും പണവും കൊള്ളയടിച്ചത്. പ്രതിക്കെതിരെ കർണാടകയിലും കേരളത്തിലുമായി 25ഓളം കേസുകൾ നിലവിലുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ നിരവധി കവർച്ചാ കേസുകൾക്ക് തുമ്മുണ്ടാക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.